ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഇന്ന് നമുക്ക് പൈനാപ്പിൾ കൊണ്ട് ഒരു വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് സ്വീറ്റ് ആൻഡ് സ്പൈസി പൈനാപ്പിൾ തണ്ടൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് സീസൺ ആകുമ്പോൾ പൈനാപ്പിൾ കുറേ അധികം ലഭിക്കും. അപ്പോൾ നമുക്ക് ഒരേ രീതിയിൽ കഴിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായി വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടായിക്കൊടുത്താൽ അവർക്കും വളരെ ഇഷ്ടപ്പെടും. ഈ പൈനാപ്പിൾ തണ്ടൂരി ഉണ്ടാക്കാൻ ഞാൻ പൈനാപ്പിൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നീളത്തിലായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. അത് നമുക്ക് പാനിനനുസരിച്ച് മുറിക്കാം. ഞാൻ ഇത് പകുതിയാക്കി അതിനെ നീളത്തിലാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അതിനാവശ്യമായവ ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കുറക്കാം. 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ചെറിയ പീസ് നാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വരുന്നത് പോലെ നാരങ്ങ നീരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ വേണമെങ്കിൽ കുറച്ച് കമ്മിയാക്കാവുന്നതാണ്. ഇത് സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് വെള്ളം ഒഴിച്ചൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മിക്സ് ചെയ്ത് പൈനാപ്പിൾ അതിലൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്നുള്ള ജ്യൂസ് കൊണ്ട് തന്നെ നമുക്ക് മിക്സാക്കി കിട്ടും. നമുക്ക് നന്നായി എല്ലാ പൈനാപ്പിൾ പീസുകളും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ അളവ് ഞാൻ പകുതി പൈനാപ്പിളിലേക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല എരിവോടുകൂടിയുള്ള മസാലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറും ചില്ലി പൗഡറും കമ്മിയാക്കാം. ഇത് 1/2 മണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമുക്ക് ഈ തണ്ടൂരി പൈനാപ്പിൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. സാധാരണ ഫ്രൂട്ട്സ് തനിയെ അതുപോലെ കഴിക്കുന്നത് തന്നെയാണ് നമുക്ക് ആരോഗ്യത്തിനെല്ലാം നല്ലത്. നമുക്ക് കുറേ അധികം ലഭിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ മുളക് പൊടിയും ഉപ്പും ഇട്ട് പൈനാപ്പിൾ കഴിക്കുന്നത് ചിലർക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. വെറുതെ പഞ്ചസാര ഇട്ട് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ഉപ്പും മുളക് പൊടിയും ഇട്ട് കഴിക്കുന്നതിന്. അത് ഒന്നുകൂടി വെറൈറ്റി ആവുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഇതുപോലെ തണ്ടൂരി ചിക്കൻ പോലെ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ, കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നന്നായി നമുക്ക് 2 ഭാഗവും മറിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തണ്ടൂരി പൈനാപ്പിൾ ഇത്ര തന്നെ റോസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ കണ്ടില്ലേ, വളരെ ടേസ്റ്റി സ്പൈസി ആയിട്ടുള്ള തണ്ടൂരി പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.